അപകീർത്തി കേസിൽ അറസ്റ്റിലായ ഷാജൻ സ്കറിയ ഇപ്പോൾ തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി അതിന് ഓശാന പിടിക്കുന്ന പോലീസിന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അവസാന ശ്വാസം വരെ. ഇതാരാണെന്ന് മനസ്സിലായ? ഇതാണ് കേരളത്തിലെ ജനങ്ങൾ അൻപോട് വിളിക്കുന്ന മാധ്യമ പ്രവർത്തകൻ ഷാജൻ സ്കറിയ. അണ്ടങ്കാക്ക എന്നൊക്കെ പറയാം. തന്റെ മാധ്യമ പ്രവർത്തനം തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന നിരവധി ആൾക്കാർ ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ചരിത്രത്തെ മാറ്റിപ്പറയലും അതുമാത്രമല്ല, കേരളത്തിലെ സമ്പന്നർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അതിനെതിരെ ഇയാൾ ബ്ലാക്ക്മെയിൽ ചെയ്യും. ഒരു ഓൺലൈൻ ചാനലിലെ അവതാരകനാണ് ഇയാൾ സ്വതന്ത്രമായി ആരെയും കൊലയാട്ട് പറയും, ആരെയും ബ്ലാക്ക്മെയിൽ ചെയ്യും. ഒരു കൂസലുമില്ലാതെ ഇയാൾക്കെതിരെ നിരവധി കേസുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ കേരള പോലീസും കേരള ഭരണകൂടവും ഇയാളെ ഇങ്ങനെ നോക്കി നിൽക്കുകയുള്ളൂ, തൊടില്ല. കാരണം ഇയാൾക്ക് അങ്ങ് കേന്ദ്രത്തിലാണ് പിടി. ഇയാളെ തൊടാൻ ആർക്കും കഴിയില്ല. അതാണ് ഷാജൻ സ്കറിയ എന്ന അണ്ടങ്കാക്ക. ഇപ്പോൾ ഇയാൾ ഈ നാടകം കാണിക്കുന്നത് ഒരു സ്ത്രീയുടെ പരാതിയുടെ പുറത്താണ്. ഒരു സ്ത്രീയെ അനാവശ്യമായ വാക്കുകൊണ്ട് വേദനിപ്പിച്ചത് കൊണ്ട് ആ സ്ത്രീ പരാതി കൊടുത്തതിന്റെ പേരിലാണ് ഇവൻ ഇപ്പോൾ അറസ്റ്റ് ആയിരിക്കുന്നത്. ഇവൻ ഷർട്ട് ധരിക്കാനുള്ള അവസരം പോലീസ് കൊടുത്തിട്ടും അത് ധരിക്കാതെ ജനങ്ങളുടെ മുമ്പിൽ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ജാമ്യം കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു വകുപ്പ് ഉണ്ടാക്കുവാൻ വേണ്ടി മനഃപൂർവ്വമാണ് ഇവന്റെ ഈ പ്രഹസനം. ഇവന്റെ ചാണക്യ തന്ത്രം കിടിലമാണ്. പക്ഷെ നാറികൾ അങ്ങനെ തന്നെയാണ്. എപ്പോഴും വില കൂടിയ പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാലും നാറികൾ നാറിക്കൊണ്ടേയിരിക്കും. ഭരണകൂടമേ, നിങ്ങൾ തോറ്റിരിക്കുന്നു, നിങ്ങൾ തോറ്റുപോയിരിക്കുന്നു.